ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബ്രാൻഡ് ന്യൂ വ്ലോഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോകാട്ടോ. ഞാൻ മാത്രമല്ല, ഇവന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കുണ്ടാപ്പി ഏതോ പേര് എനിക്ക് കിട്ടുന്നില്ല. കുട്ടു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ശരണുണ്ട്, തരുണുണ്ട്, നന്ദുണ്ട്. എല്ലാവരും ഇനി വീട്ടിൽ പോകട്ടോ. 2-3 ദിവസം അവിടെ നിന്ന് പിന്നെ ചൂണ്ടിട്ട് കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇവിടുന്ന് പോകാനൊരു ചെറിയ മടി ഉണ്ടെങ്കിലും പോയേ പറ്റൂ. വണ്ടിക്കൂലില്ലേലും നമ്മൾ പകുതി ഇറങ്ങിയിട്ട് മേപ്പാടി ഏതെങ്കിലും ടൗണിൽ ഇറങ്ങിയിട്ട് വീടിൻ്റെ അടുത്തുള്ള ടൗണിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയത് മരം കൊണ്ടുപോകണം. നമുക്ക് ഈ റോഡിൽ കൂടെ ഇല്ലേ ടൂറിസ്റ്റുകാർ കുറേ പോണതാണ്. മറ്റേ കാറിലും ട്രാവലറിലും അങ്ങനെ ഇഷ്ടം പോലെ പോകുന്നതാണ്. നേരത്തെ ആ റോഡിന് സൈഡിൽ കൂടെ എത്ര പോയിന്നറിയോ? കുറേ ബസ്, കുറേ ട്രാവലർ, അങ്ങനെ കുറേ പോയി. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ജീപ്പിലും കാറിലൊക്കെ ഇങ്ങനെ ഡെയിലി പോണതാണ്. ഈ റോഡിൽ ഇറങ്ങിയാൽ അങ്ങനെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് അധികം ഈ ഭാഗത്തേ ഉള്ളൂ. മറ്റേ കാരപ്പുഴ ഈ പുഴേന്റെ ഭാഗത്ത് സൈഡിലൊക്കെ റിസോർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം ഉള്ളൂ ഇവിടെയൊക്കെ. ഇപ്പൊ ഒരു 4:45 അമ്പലയിൽ ബസ് ഉണ്ടാവും. ഇവിടുന്ന് അമ്പലയിൽ ബസ് ഉണ്ടാവും. ആ ബസ് കയറിയിട്ട് അമ്പലയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് മേപ്പാടിക്കുള്ള ബസ്, കൽപ്പറ്റയ്ക്കുള്ള ബസ്, ഏതോ ബസ് ഉണ്ട്. പക്ഷെ ഞങ്ങള് പൈസ കുറവുള്ളൂ. ഞങ്ങള് 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്. പൈസ കുറച്ചുള്ളൂ. പൈസ എങ്ങനെയൊക്കെ വീട് വരെ എത്തിക്കാം നമ്മള്. അതത്രേ ഉള്ളൂ. ബസ് കിട്ടി. ഞാൻ അമ്പലയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വടകര ബസ് കയറിയിട്ട് അവിടുന്ന് മേപ്പാടി ബസ് കയറിയിട്ട് അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇരിക്കണ്ടല്ലോ, എനിക്കൊരു ചെരുപ്പ് മേടിക്കണതുണ്ട്. പക്ഷേ ചെരുപ്പ് മേടിക്കുന്ന കട എവിടെ അറിയില്ല. അമ്പലയിൽ ടൗണിൽ അധികം വരവൊന്നുമില്ല. ചെരുപ്പ് മേടിക്കുന്ന കട ഇനി എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവനറിയോ നല്ല ചെരുപ്പ് മേടിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള പൈസക്ക് നമുക്ക് പൂപ്പലി കയറാം. ബാക്കി ഉണ്ടെങ്കിൽ പൂപ്പലി കയറാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. അല്ലാതെ ഇനി ഇവിടെ കറങ്ങി കളിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. പെണ്ണിനെ കുറെ കഴിഞ്ഞാൽ ബസ്സില്ലെങ്കിൽ പെടും. ബസ് ഇല്ലെങ്കിൽ പെടും. ഓട്ടോറിക്ഷയിൽ പോകാനോ പറ്റില്ല, ഭയങ്കര വണ്ടിക്കൂലി കൂടുതൽ. അതുകൊണ്ട് നമ്മള് നേരെ 2-3 നല്ല വില കുറഞ്ഞ ചെരുപ്പ് നോക്കിയിട്ട് മേടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മളെ വീട്ടിലേക്ക്. എന്നിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ വന്നതൊന്നും അറിയില്ല എനിക്ക്. വീട്ടില് എവിടെയായിട്ടാ എവിടെ ടൗണൊക്കെ എപ്പോ വന്നാ അവിടെ സ്റ്റാൻഡ് അവിടെ ആയിട്ടുള്ള ഇതേപോലത്തെ ടൈപ്പ് ചെരുപ്പുണ്ട്. അതേപോലത്തെ സൈസ് എത്രയാ? സൈസ് 8 ആണോ 9 ആണോ? ജോഗറാണോ എനിക്കറിയില്ല. ഇതിന്റെ പേര് ആണോ ജോഗർ? അന്നായിരിക്കും. ചെരുപ്പാണോ വീണ്ടുള്ള ചെരുപ്പ് നോക്കെ കൊണ്ടാപ്പിക്കാ. ഈ ചെരുപ്പ് എടുത്ത് കൊടുക്കാം അല്ലേ? ഇതെടുത്ത് നോക്കാം. ഇവന് അത് നിനക്ക്. ഉണ്ണിക്കേതാ? അതെനിക്ക് വേണ്ട. എനിക്കുള്ള ചെരുപ്പ് വരുന്നുണ്ട്. അപ്പൊ അത് ഇട്ടിട്ട് എത്ര രൂപ ഇതുവരെ ഒരു 400 അത്ര ഉണ്ടാവുള്ളൂ. നോക്കാം. പൂപ്പലിക്ക് വലിയ റൈഡിൽ കയറാതെ ഒരു സുഖം ഉണ്ടാവില്ല. പൂപ്പലിക്ക് കയറാണെങ്കിൽ
എന്തെങ്കിലും ചെയ്യാം, നടന്നിട്ട് വരാന്നൊക്കെ പറയണേ. പൂപ്പലി പോകാണ്ട് റൈഡ് കയറണം, അതിൽ പാമ്പിനൊക്കെ കയ്യിലൊക്കെ തേരുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ ആക്കണെങ്കിൽ അതാണ് ഒരു പൂപ്പലി എന്ന് പറയുമ്പോ. അല്ലെങ്കിൽ വെറുതെ നടന്ന് അത് കൂടെ നടന്ന് ഇത് കൂടെ നടന്ന് അത് പക്ക ബോറായിരിക്കും. എനിക്കൊന്ന് മേടിച്ചു ഇതെന്താ? എനിക്കൊന്ന് മേടിച്ചു ഇതെന്താ? ശ്രമിക്കാം. ഇത് ഇങ്ങനത്തെ കമ്മലാണോ കൊണ്ടാപ്പിക്ക്? കമ്മലാണോ? ആ, എന്റെ കുട്ടിക്ക് ഏത് കമ്മലാണ്ടേ? ഉണ്ണീന്റെ കുട്ടിക്ക് ഏത് കമ്മലാണ്ടേ? ജിമിക്കാണോ? ജിമിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജിമിക്ക്. മാലാണോ? നോട്ടെ മാല പെണ്ണിന്റെ ഒന്നല്ല മേടിച്ചു തരണോ? കൊടുക്കോ നീ? ഇത് അടിപൊളിയല്ലേ? നല്ല വൃത്തിയില്ലത്. താക്ക് ഇതിന്റെ സൈസ് 9 നോക്കിയാ നോക്ക്. 9 ആണോ? അതല്ല വൃത്തി കൂടി അതല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കാം, ഇവന് ഇതൊക്കെ വേണമെന്ന് പറയുന്നു. ഉണ്ണിക്ക് മാല മേടിച്ചു കൊടുക്കാം അല്ലേ? ഉണ്ണിക്ക് തരൂലേ? ശരണ്യ ഇത് വേണ്ടേ? ഇത് മേടിക്കണോ? കൊടുക്കണ്ടോ? അതാ ചേരൂടാ, മേടിച്ചിട്ട് അവനെ കൊടുത്തോ? ഇറക്കത്തിനും ഇത് കൊടുത്തോ? ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡ് ആണോ? ബ്ലേഡ് ഒക്കെ ഉണ്ട്. എടുത്തോ, വില്ലനായിക്കോ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട്. അല്ല റൗഡിയെ പോലെ നാടാ സ്കൂളിൽ പോയിട്ട്. ഓ, പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? നല്ല വൃത്തിയുണ്ട്. വൃത്തിയുണ്ടല്ലേ? എനിക്ക് അവസാനം പഠിച്ചു അതാണ്ട് പൂപ്പിൽ എനിക്കൊന്ന് പഠിച്ചു. അല്ല അത് എത്ര ഇനെത്ര? കറുപ്പ് ഇതോ? ആ, ഇതിനിത്ര 80 വേണ്ട. 70 വേണ്ട, നമുക്ക് പിന്നെ നോക്കാം. കണ്ടിപ്പലി പിടിച്ചോ. ആ ചെരുപ്പോ ആ ചെരുപ്പാണ് മറ്റേ? അല്ല, എന്റെ പഴയത് സഞ്ചിലിട്ട് നല്ല ചെരുപ്പ് മേടിച്ച് ഐസ്, അടിപൊളി ചെരുപ്പൊക്കെ മേടിച്ചിട്ട് ഐസ്. ഉഷാറ് നല്ല ചെരുപ്പൊക്കെ അടിച്ച് സെറ്റ് ആയിട്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ നിന്നാണ് കേട്ടോ, നമുക്ക് നേരെ വീട്ടിൽ നിന്നാണ്. വീട്ടിലെത്തി ഗൈസ്, വീട്ടിലെത്തി. ആ, ഇത് പഴയ ചെരുപ്പ് കേട്ടോ, ഇത് പഴയ ചെരുപ്പ് പുഴ മുറ്റത്തുണ്ട്. അതിന് 400. ബാക്കി കാശ് എന്റെ ഉണ്ട്, ഞാൻ തരാം. തരാം അമ്മ, ഇപ്പൊ തരൂ. ഡ്രസ് വരട്ടെ?
അത് അടുത്തേക്ക് എടുത്തിച്ചോ. അങ്ങനെ വീട്ടിലെത്തി കഴിയോ എല്ലാരും സർപ്രൈസ് ആയിക്കൊണ്ട് അവള് വീട്ടിലെത്തി. അപ്പൊ ഹാളില് മൊത്തം എല്ലാരും നേരം ഇരുന്നിട്ട് നല്ല കളിയാ. എന്തെങ്കിലും അടിക്കണായിരുന്നു. എന്താ ബാഗ് കൊണ്ട് വെച്ചോ? ആ മേത്തോട്ടല്ലേ ഡ്രസ് അടിക്കോ? ഡ്രസ് മാറ്റി കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ അകത്തുനിന്ന് പോയോട്ടോ. അകത്തുനിന്ന് പോയേക്കാം. ആ ഞാൻ കളിപ്പിച്ച നിങ്ങളൊക്കെ വന്നൂടായിരുന്നോ? എന്താ അടിപൊളി. ഞാൻ കൊണ്ടുപോകാനോ ചോദിച്ചില്ലല്ലോ. ജീവ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. റിസോർട്ടിലൊക്കെ പോയി അവിടുന്ന് 2 മീനും കിട്ടി. മീൻ ചൂണ്ടിട്ട് വലിയ മീൻ കിട്ടിയില്ലേ? എത്ര മറ്റേ വാള എത്ര എത്ര വെയിറ്റ് അറിയോ? പറഞ്ഞു എത്ര വെയിറ്റ് ആണ്? എന്റെ ഒരു കയ്യിന്റെ നോക്കി കയ്യിന്റെ മുട്ടില്ലേ ഇവിടെ ഇത്ര തച്ചവരുള്ള വാളൊക്കെ കിട്ടി. ഫോട്ടോ ഉണ്ടല്ലേ വിശ്വസിച്ചില്ലേ? ഫോട്ടോ അടിച്ചാക്കെ ഞാൻ കുറച്ച് കാണിച്ചിടാം. അപ്പൊ ഇവിടുത്തെ അവസ്ഥയൊക്കെ പറയാം. മൊബൈല് അയ്യേ നീ ആയിട്ട് കള്ളം പറഞ്ഞിക്കണല്ലേ? കേടി പറഞ്ഞിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇവ തൊള്ള തോർന്ന ഇവ തൊള്ളോറെ കള്ള അവിടുന്നൊക്കെ എന്തൊരു തള്ളു പറഞ്ഞറിയോ? തൊള്ളോറെ ഫുള്ള് തള്ളയൊക്കെ ഒന്നാ പൊട്ടിച്ചെടുക്കണ്ട്. തൊള്ളോറെ ഫുള്ള് കള്ള തന്നെ പറയുള്ളൂ. കൊറേ നേരം ഉണ്ടല്ലോ ഇവിടെ പോയി വിശക്കാൻ തുടങ്ങിയില്ലേ? ഞാൻ പോയി ചോറ് കഴിക്കട്ടോ. എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. നമുക്ക് മെല്ലെ പോയിട്ട് എടുത്തിട്ട് വരാം. പരിപ്പറി ഉണ്ട്, പപ്പടം ഉണ്ട്. ഈ രണ്ടും കൂടി കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചോണ്ടിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം പരിപ്പറിയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാവരും അവിടെ ചോറ് കഴിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇവനോട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദു അകത്താണ് ചോറ് കഴിക്കണം. അവിടെ കസേരയിലെ ടിവിന്റെ ഫ്രണ്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കോലർ റൂമിലുള്ളത്. ഈ കോലർ റൂമിൽ നിന്ന് കിടക്കണം കേട്ടോ. എല്ലാവരും അവിടെ കടന്നുറങ്ങുന്നുണ്ട്. ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരാൾ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒരാൾ അവിടെ അത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നാളെ അടുത്ത നല്ല അടിപൊളിയായി ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള വ്ളോഗ് നാളെ കാണാം. ടാറ്റാ.